ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എന്താണ് ഇന്നത്തെ പരിപാടി? ആഹാ, അപ്പോൾ നമ്മളിപ്പോ ബബീനെയും കുഞ്ഞുണ്ണീനെയും ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വന്നേക്കുവാണ്. ഓ, ഇതെന്താ താൻ എസ് എ പഠിച്ചു പറയണ പോലെ പറയണേ? അല്ലേ ചേ, എവിടേക്കാ താൻ എവിടേക്കാ പോണ്? മജാൻ ഹൈറ്റ്സിലേക്കോ? ഈ ബപ്പിയും കുഞ്ഞുണ്ണി ഏത് സ്കൂളിലാ പഠിക്കണ? ഇന്ത്യൻ സ്കൂൾ അൽബദി അൽകബി ഇന്റർനാഷണൽ. അതെ, അപ്പോൾ ഇന്ന് ഇന്ത്യൻ സ്കൂൾ ഇന്റർനാഷണലിന്റെ ആനുവൽ ഡേ ആണ്. അപ്പോൾ ബപ്പിയും കുഞ്ഞുണ്ണിയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഏതിനാ? രണ്ടാളും ഡാൻസിനാ? അല്ല, നമുക്ക് വന്നിട്ട് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ അവർ ഇപ്പോൾ വരുന്നതായിരിക്കും. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ്. നമ്മുടെ ബപ്പിയും കുഞ്ഞുണ്ണിയും മന്ദം മന്ദം നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ് മാൻ, ഹൗ ആർ യു? ഡീ, ഞാൻ 2:15 റെഡി ആയിരിക്കാനല്ലേ പറഞ്ഞേ? യു ആർ 8 minutes ലേറ്റ്. ഇറ്റ്സ് 2:23. കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ഇറങ്ങണോ? അപ്പൊ അവിടെ പോയിട്ടല്ലേ കോസ്റ്റ്യൂം പറഞ്ഞ? താൻ ഏതിനാ? ഡാൻസിനോ? ഈ കുഞ്ഞുണ്ണിയെ തന്റെ പ്രോഗ്രാം എന്താടോ? ഇവിടെ നോക്ക്, ഡാൻസ് ആണോ? ഡാൻസ് ഒക്കെ പഠിച്ചോ താൻ? ഓൾ സെറ്റ്? അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു, സ്കൂളിനെ ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. എന്താടോ അച്ചോട്ടാ കുഞ്ഞുണ്ണിനെ പിടിച്ചോണ്ടോണ്? ബപ്പി ഇതാ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ബപ്പി, തന്റെ ഡാൻസിന്റെ തീം എന്താടോ? ഇവിടെ ഒന്ന് പറയേ. 5 elements. എന്തൊക്കെ എലമെന്റ്സ്? ഓ, തകർക്കും. അപ്പം ഈ കുഞ്ഞുണ്ണിയുടെയോ? ഇവിടെ മജാൻ ഹൈറ്റിൽ വെച്ചിട്ടാട്ടോ ഇന്നത്തെ പരിപാടി. ഇതവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണല്ലോ. 4 മണിക്കാണ് പ്രോഗ്രാം. ഇപ്പൊ സമയം 2:30 ആയിട്ടല്ലേ ഉള്ളൂ. താൻ എന്തിനാ ഇത്ര നേരത്തെ പോണ? ഇനി എന്താ പരിപാടി ഇവിടെ? ഫേസ് പെയിന്റിംഗ് ഒക്കെ ഉണ്ടോ? തകർക്കൊപ്പം ഡാൻസ് അല്ലേ? വാ, നടക്ക്. നമ്മൾ കുഞ്ഞുണ്ണീനെ ക്ലാസ്സിൽ കയറ്റി വിട്ടിരിക്കുകയാണ്. കുഞ്ഞുണ്ണി, ദോ കുഞ്ഞുണ്ണി, ബൈ. കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ, അവിടെ വന്നോളോ. ബൈ. ബബ്സ് ബബ്സ് ബൈ. ഞങ്ങൾ 4 o'clock വരാം. ഓക്കെ, സി യു. നമ്മളങ്ങനെ അവരവിടെ വിട്ടു. അവരുടെ പരിപാടി 4 മണിക്കാണ്. ഇപ്പോൾ സമയം 2:50 ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി അവരുടെ ബാക്കി മേക്കപ്പും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 4-4:15 കൂടിയിട്ട് പ്രോഗ്രാം കാണാൻ ഇറങ്ങാം, അല്ലേ? അങ്ങനെ നമ്മുടെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി വീണ്ടും സ്കൂളിനെ ലക്ഷ്യം വെച്ച് പോവുകയാണ്. നമ്മുടെ പരിപാടി തുടങ്ങാറായിട്ടോ. പരിപാടി കഴിഞ്ഞ് പപ്പി ഇറങ്ങിയല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നോ? ഡാൻസ് ചെയ്തില്ലല്ലോ? ചെയ്താ? അവിടെ വെറുതെ കയറുന്നില്ലേ?
ഭയങ്കര ഡാൻസ് ആയിരുന്നു തന്റെ. എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു സ്റ്റേജില്? കുഞ്ഞുണ്ണി ഉക്കറിനെ ഡാൻസ് ചെയ്തില്ലേ? അച്ചു കണ്ടില്ലേ? നമ്മള് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരണ വഴിക്കാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിങ്ങിന്റെ ഫുഡ് ഫെസ്റ്റിവൽ നടത്തിയിട്ടുണ്ടത്. നല്ല നാടൻ ഭക്ഷ്യമേളയാണ് എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഒരുപാട് നാടൻ ഭക്ഷണം പരീക്ഷിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാ അതും കൂടി ഒന്ന് പോയി നോക്കി വരാന്ന്. അപ്പൊ ഇനി അവിടേക്ക് വിടുകയാണ് കേട്ടോ. കൂടുതലായിട്ട് എനിക്ക് തോന്നണ ഞോഞ്ഞിക്കാൻ തോന്നണോ? കുഴപ്പമില്ല നമുക്ക് ഹൈറ്റ് കൂട്ടാം. ഇറ്റ്സ് ഓക്കെ. ആമിനയോ? ഏതാമിന? ഉദ്ഘാടനം തുടങ്ങിയ ഏന്നാ? കട്ട്ലൈറ്റോ? ഇട്ടോളോ കട്ട്ലൈറ്റും. പിന്നെ ഇതെന്താ? ചെമ്മീനാടാ. ഓക്കെ. എനിക്ക് എന്താ വേണ്ട? ബൺ പൊറോട്ട ആണോ? ബൺ പൊറോട്ടയും മട്ടൻ കറി അടിച്ചോ? ബൺ പൊറോട്ടയും മട്ടൻ കറിയും തകർക്കില്ലേ? ആ മതി. ഇല്ല വേണ്ട. കപ്പ ബിരിയാണി ചിക്കല്ല അല്ലേ? ചിക്കല്ല. ബീഫ് വേണോ? കപ്പ ബിരിയാണിയാണോ? ബീഫ് ആയ കാരണം നമ്മൾ ഉപേക്ഷിച്ചു. ചിക്കൻ ബിരിയാണി തരുന്നില്ല? ഇത് ഒമാനി ദമ്മ. ഇതെന്താ ചെറിയ കടികളാ? കോഴി ഫ്രൈ ആണോ? എടുത്തോന്നാ? അവര് തന്നെയല്ലേ? പിള്ളേര് തന്നെയല്ലേ? കോഴിക്കാല് വേണോ? ലെഗ് ഫ്രൈ. ഇതെങ്ങനെയാന്ന്? കപ്പയിലോ? കൂന്തള് നിറച്ചൊന്നും തീർക്കരുത് കേട്ടോ. 5 പാലയുടെയും 5 ബോളിയും സെപ്പറേറ്റ് തരണേ, ഒരുമിച്ച് തരണ്ട. കൂന്തള അടിയിലേറ്റ് എടുത്ത് വെച്ചിണ്ടാ? ഒന്നുമില്ല. ഭയങ്കര ചതിയായിട്ടാ. അത് ശരി, നിങ്ങളവിടെ ഇരുന്ന് തിന്നല്ലേ, പിന്നെ എങ്ങനെ തീരാതിരിക്കുക? കൂന്തള് കയറുന്ന കഷ്ടമല്ല. ചതിയല്ലോ. ഇനി അങ്ങനെ ടേസ്റ്റ് വെക്കാൻ ബാക്കി ഇരിക്കണ്ട ഇല്ലേ? ശരി. 6 പഴംപൊരി പാഴ്സല്. ചിക്കൻ മപ്പാസ് ഇടിയപ്പം വേണോ? ചിക്കൻ മപ്പാസ് ഇടിയപ്പം വേണ്ട. ശ്രീലങ്കൻ കപ്പയാ? കേരള? അറിയട്ടോ? വെന്തണ്ടാ? വേവണ്ടാ? കപ്പ കടലപ്പുഴുക്ക് വിത്ത് ഏതാ മീന്? മത്തിയാ? ആട്ടോളോ. മീൻ സെപ്പറേറ്റ് ആണോ? അതിന്റെ ഉള്ളിലിടല്ലേ അല്ലേ? ആയിക്കോട്ടെ. ഉണ്ണിയപ്പൊക്കെ എടുത്തപ്പോ അതൊക്കെ ഉള്ളിൽ കൂടെ പോകണല്ലോ. എന്താ ഞങ്ങക്ക് വേറെ കച്ചവടം തുടങ്ങാനാ പോയിട്ട്? ഒമാൻ ദമ്മ തലശ്ശേരിയാ? ഓ, തലശ്ശേരി ദമ്മ പൊരിക്കും. ഒരെണ്ണം മതി. 1,200. നമ്മള് തൃശ്ശൂർ ബിരിയാണി തന്നാറല്ലോ, പിന്നെ ഒരു ചേഞ്ചിന് വേണ്ടിട്ട്. നിങ്ങള് തൃശ്ശൂരാ? ഞാൻ കുന്നോളാം. അതെ. ഇതെന്താ സാധനം? സ്പാനിഷ് ഡിലൈറ്റ്. അത് നല്ലതാവും. ഒരു ലോഡ് സാധനങ്ങൾ വാങ്ങിയല്ലോ. പാലട കൂടുതൽ വാങ്ങിയല്ലേ? ഓ, നല്ല പിടുത്താണല്ലോ മൂലക്കിൽ വന്ന് നിന്നിട്ട്.
പൈനാപ്പിൾ എങ്ങനെയുണ്ട്? കടിച്ചേ? അങ്ങനെ മൊത്തത്തില് വായലിക്കടേ പൈനാപ്പിള്. നല്ലല്ലേ? അത് മുളക് കൂട്ടി തിന്നണോ? അങ്ങനെതാ നമ്മളാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതാ പുറത്തിറങ്ങ കേട്ടോ. എല്ലാവരും തിന്നുകൊണ്ട് നടക്കുകയാണ് മുന്നോട്ട്. എന്തായി? എന്താ വീശിയോ? നല്ലതായിരുന്നു? എല്ലാം കൂട്ടായിരുന്നു? എന്തായാലും താനെന്താ തിന്ന്? കേക്ക് മാത്രല്ലേ എന്നുള്ളൂ? പഴംപൊരി, ചിക്കനും. ബൈ ലേഡി, ഗുഡ് നൈറ്റ്. ബൈ കുഞ്ഞുണ്ണി. കുഞ്ഞുണ്ണി ബൈ. എന്തിനാടാ കരയണേ? ബൈ. അങ്ങനെ നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ വഴിക്ക് തന്നെ നമ്മള് കൊണ്ടുവന്ന സാധനങ്ങൾ കംപ്ലീറ്റ് തുറന്നു വിട്ടാ. നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി ആയിരുന്നു എസ്സിയുടെ ഫേവറേറ്റ്. എസ്സിക്ക് ഭയങ്കര ഇഷ്ടമായി. എസ്സിക്കല്ല, ഞാനും ഒരുപാട് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബൺ പൊറോട്ടയും മട്ടൻ കറിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഡബിൾ ഓക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ പാലട പായസം വാങ്ങി വിത്ത് ബോളി, അത് അടിപൊളിയായിരുന്നു. പിന്നെ കപ്പപ്പുഴുക്ക് വിത്ത് കടല, അതും മത്തിക്കറിയും, അതും സൂപ്പറായിരുന്നു. പിന്നെയും നമ്മൾ കുറെ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൈനാപ്പിൾ ഉപ്പിലിട്ടത്, അത് സൂപ്പറായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. മുളകും കൂട്ടി തിന്നാൻ അടിപൊളിയായിരുന്നു. പിന്നെ ഉണ്ണിയപ്പം അത് അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ എല്ലാം നമ്മളെല്ലാ കൗണ്ടറുകളും കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കൂടി വാങ്ങാതെ ഇരുന്നത് കപ്പ ബിരിയാണിയാണ്. അത് ബീഫ് ആയതുകൊണ്ടാണ് വാങ്ങാഞ്ഞത്. ചിക്കൻ ആയിരുന്നെങ്കിൽ അതും വാങ്ങായിരുന്നു. പിന്നെ ഒരു കൂന്തൽ നിറച്ചത് വൺ ഡിമാൻഡുള്ള ഒരു സംഭവമായിരുന്നു. അതാണെങ്കിൽ നമുക്ക് കിട്ടിയില്ല. അത് എന്താ പറയാ, വെക്കലും കഴിഞ്ഞു പോവലും കഴിഞ്ഞു, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പിന്നെ മധുരങ്ങളാണെങ്കിലും അതെ, നമ്മളവിടെ നിന്ന് ഒരു സ്പാനിഷ് ഡിലൈറ്റ് വാങ്ങി. അത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. മൊത്തത്തിൽ നമ്മുടെ കേരളാവിലെ വനിതാവേദി പൊളിച്ചടക്കി. അടിപൊളി ഫുഡായിരുന്നു, എല്ലാം സൂപ്പർ. അപ്പൊ അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി വലിച്ചു നീട്ടുന്നില്ല, വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.